സ്തോത്രം. നീണ്ട 13 അധ്യായങ്ങൾ നിറയപ്പെട്ട് നിൽക്കുന്ന ഈ പുസ്തകത്തിനകത്ത് ഒത്തിരി ദൂതുകൾ ഇതിനകത്ത് രണ്ടാമത്തെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഈ കാലഘട്ടത്തിൽ ജനത്തിന് ഏറ്റവും നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന ഒരു ദൂതാണ് നമ്മളിവിടെ വായിച്ച് നിർത്തിയ 18-ാമത്തെ വാക്യം. ആമേൻ, സ്തോത്രം. കാണുന്നതല്ല, കാണാത്തതിന് അത്രേ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ കാണുന്നത് ഈ ഭൂമിയിൽ നിന്ന് ഞൊടിയിടയ്ക്ക് എന്ത് ചെയ്യും? മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. എന്ത് കണ്ടാലും ഇതെല്ലാം ഈ ലോകത്തിൽ ആമേൻ തീക്ക് ഇരയാകുന്നതാണ് ഈ കാണുന്നത് സകല കാര്യങ്ങളും. എന്നാൽ ഒന്നുണ്ട്, കാണാത്തത്. അതാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. കാണാത്തത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കാണാത്തതെന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. സ്തോത്രം. വരുവാനുള്ള മശികയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആമേൻ നിർമ്മിതമാക്കി വച്ചിരിക്കുന്ന ഒത്തിരി ആമേൻ വാഴ്ത്തത്വങ്ങളെക്കുറിച്ചാണ് നമുക്ക് ദൈവം കാണിക്കാൻ പോകുന്നത്. ഒന്ന്, ആമേൻ 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന് 20-ാം വാക്യം വായിക്കേണ്ട. നമ്മളവിടെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന തീമോഥെയോസിന് അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഈ ലേഖനങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ഒരു വാക്കിതാണ്, കൂടാരമായ ഞങ്ങളുടെ ഭൗമിക ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ദാനമായൊരു കെട്ടിടം നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ആർക്ക്? ഞങ്ങൾക്ക് എന്തുണ്ട്? സ്വർഗത്തിലൊരു കൂടാരമുണ്ട്. ഈ കൂടാരം ഈ ഭൂമിയിലുള്ളതെല്ലാം അഴിഞ്ഞു പോകും. പക്ഷേ ഇവിടെ വീടില്ലെങ്കിലും, ഇവിടെ പറയാനുള്ള വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും, നമ്മെ ആരും സ്തോത്രം ചെത്തക്കൊമ്പിൽ കയറ്റിയില്ലെങ്കിലും നമ്മെ കൊണ്ടുപോകുന്നൊരു സ്വർഗമുണ്ട്. ആമേൻ. മനസ്സിലായി കാണും. ഹല്ലേലൂയ. നമ്മെ ആരും ഒന്ന് പുകഴ്ത്തിയില്ലെങ്കിലും, നമ്മെ ആരും കൊള്ളാമെന്ന് പറഞ്ഞില്ലെങ്കിലും, നമ്മെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് നമ്മൾ ആരാ? പ്രിയ മക്കളാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരെന്നറിയാമോ? പ്രിയ മക്കൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ ഭൂമിയിലെ സകലരെയും നമുക്ക് പോഷന്മാരാക്കാം. പക്ഷേ ദൈവത്തെ മാത്രം ഒരു മനുഷ്യനും ദൈവത്തെ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? പറ്റിക്കാനോ കബളിപ്പിക്കുവാനോ പറ്റത്തില്ല. കാരണം എല്ലാം തൻ്റെ ദൃഷ്ടിയിൽ പ്രഥമ ദൃഷ്ടിയിൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ വായിച്ച വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു ദൂത് ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ്, കാണുന്നതൊക്കെയും താൽക്കാലികമാണ്. ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം കണ്ടാലും, എന്തെല്ലാം നമ്മൾ ജീവിതത്തിൽ നേടുവാൻ ശ്രമിച്ചാലും ഇതെല്ലാം താൽക്കാലികമാണ്. ഒരു വാക്യം വായിച്ചാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം സ്തോത്രം 8-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലനായ പൗലോസ് 8-ാമത്തെ അധ്യായത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? ഒന്ന് വായിച്ചേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇപ്പൊ നമ്മൾ എന്തുണ്ട്? ഒരു തേജസ് വെളിപ്പെടുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നമ്മൾ വെളിപ്പെടാൻ നിൽക്കുന്ന ഈ തേജസ് എവിടെ പോകാനുള്ളതാ? സ്വർഗത്തിലേക്ക് പോകാനാ. ഇരിമ്യാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് തന്നെ ഭക്തനായിരിക്കുന്ന ഇരമ്യാവ് കുറച്ചുകൂടെ വ്യക്തമായും ആഴമായും 31-ാം അധ്യായം അതിന് 37-ാമത്തെ വാക്യവും ലൂക്ക 10-ന്റെ 20-ഉം 22-ന്റെ 30-ഉം കൂടെ നിങ്ങൾ എഴുതി വെച്ചോ. സ്വർഗത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന പ്രവാചകനായിരിക്കുന്ന കണ്ണുനീരിന്റെ പ്രവാചകൻ ശക്തമായും വ്യക്തമായും വിളിച്ചു പറയുന്നു, ഇവിടെ കാണിക്കുന്നതെല്ലാം സകലതും ദൈവ ഹിതത്തിന് വിരോധമായുള്ളതെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടുമ്പോൾ സ്വർഗം പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഈ കാലത്തിലെ കഷ്ടങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ പബ്ലിക്കിൽ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമ്മെ പരിഹസിക്കുമ്പോൾ,
അതിനപ്പുറത്തൊന്നുണ്ട്. കാണാതിരിക്കുന്ന ഒരു നിത്യമായ ഒരു നിത്യതയുണ്ട്. അതിനുവേണ്ടി ഈ ഭൂപരപ്പിൽ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ സബ്ജക്റ്റ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ദൈവമേ, ഈ നിത്യതയുടെ തുറമുഖത്ത് ആരെത്തുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സ്തോത്രം, ആമേൻ. ഇതൊക്കെ സ്നാനപ്പെട്ടോ, പിന്നെന്ത്, ആമേൻ, സഭാരേഷ്ടിൽ പേരുണ്ടോ? ഓ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എത്ര വർഷം അഭിഷേകം പ്രാപിച്ചിട്ട്? വർഷങ്ങളായി. കൃപാവരങ്ങളുണ്ടോ? പിന്നെ പ്രവചിക്കൂ, ഇപ്പം പ്രവചിക്കും. ദർശനം കാണുമോ? അതും ഇപ്പം കാണും. പക്ഷേ ആമേൻ, സ്തോത്രം, ഈ വ്യക്തിയോട് ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ച് നോക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തനി സംഭവം പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ആമേൻ, ഈ നോയിക്ക് നമ്മളിലൊരു ശക്തി വെളിപ്പെടുവാനുണ്ട്. ആമേൻ, അത് ഏതെന്നറിയാമോ? ഈ ശക്തി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല. സ്തോത്രം, ഒന്നും സാരമില്ല എന്ന് എണ്ണാൻ ഇന്ന് രാത്രി തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ആമേൻ, ഈ ഭൂമിക്കടിയിൽ ഇന്നത് വരയ്ക്കും കിട്ടാത്ത ഡെഡ് ബോഡികൾ, രക്തം പോലും വിലയ്ക്ക് കൊടുത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് അഭിഷക്തന്മാരുടെ ഡെഡ് ബോഡികൾ ഈ ഭൂമിക്കടിയിൽ ഇന്നും മറവ് ചെയ്യാൻ കഴിയാതെ കൽത്തുറുങ്കിനകത്ത്, ആ കൽത്തുറുങ്ക് എവിടെയാണെന്ന് പോലും ഇപ്പോൾ അതിൻ്റെ രൂപരേഖ പോലും തെളിവായി കിട്ടാതെ ജയിലറന്മാർ ഓടി നടക്കുകയാണ്. ആയിരക്കണക്കിന് പേരെ ഭൂമിക്കടിയിൽ ആ തുറുങ്കിനകത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ആയിരക്കണക്കിന് ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പിച്ചു പറയാം, ഇതൊന്നും വൃഥാവല്ല കേട്ടോ. വില കൊടുത്തെങ്കിൽ കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു നിർത്തി. പോളികാർപ്പ് എന്ന ദൈവഭക്തൻ, സ്തോത്രം, 86 വയസ്സിൽ സ്തോത്രം, തന്നെ കിരാതമായി കൊന്നുകളഞ്ഞെങ്കിലും ഒരു വിഷയവും തനിക്കില്ല. കാരണം താൻ ജീവിച്ചിരുന്ന സമയം മുതലും സകലതും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്ത ഒരു ഭക്തനെ നിങ്ങൾക്കറിയാമോ? ഇന്ന് രാത്രി ആ മനുഷ്യനോട് ചേർന്ന് ഞാൻ പറഞ്ഞു നിർത്തിയ ഒറ്റ കാര്യം ഇതാണ്. പഴിപ്പിച്ച കസേരയ്ക്കകത്ത് തന്നെ നഗ്നനായി ഇരുത്തിയ ശേഷം പടവാളൂരി തൻ്റെ സ്തോത്രം ആ വെന്ത ഭാഗത്തെ ഛേദിച്ചു കളഞ്ഞു. എന്നിട്ട് നോയിക്കേ, അതിനെ കൊത്തി നുറുക്കി കഴുകന്മാർക്ക് ആഹാരമായി എറിഞ്ഞു കൊടുത്തത് താൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാ. ഇന്ന് രാത്രി താൻ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും അറുത്തെടുക്കുകയാ. ഈ ലോകത്തിലെ കഷ്ടങ്ങളും വേദനകളും വിഷമങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എനിക്കിനി പ്രാർത്ഥിക്കണ്ട, എനിക്കിനി ഉപവസിക്കണ്ട, എനിക്കിനി പള്ളിയിൽ പോകേണ്ട, ഞാനിനി സ്തോത്രം മരിക്കാൻ പോകുകയാ എന്ന് പറയുന്ന വ്യക്തികൾ ആരെങ്കിലും ഇരിപ്പുണ്ടോ? എങ്കിലും രാത്രി ആത്മാവിനെ ശോധന ചെയ്യ്. ഈ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവല്ല. ഞാൻ നാട് വിട്ടുപോകാൻ പോകുകയാ, ഞാൻ പ്രതികൂലത്തിലേക്ക് അകപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഷ്ടതയാ. ഇത് കൃപാവരമാ, അതിലേക്ക് വരാൻ പോവാ. ഇതെന്താ? കൃപാവരമാ. കഷ്ടത എന്ന കൃപ. ഇതില്ലെങ്കിൽ കിരീടമില്ല, ഇതില്ലെങ്കിൽ നിത്യതയില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവകുഞ്ഞെ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ, ദൈവത്തിന് വേണ്ടി നിൽക്കപ്പെടുന്നവർ ഇന്ന് രാത്രി ഒന്നുകൂടെ അരകെട്ടി ഉറപ്പിക്കണം. ഇവിടെ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അവിടെ അംഗീകരിച്ചില്ലെങ്കിൽ, ഇവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, ആമേൻ, ഉയരത്തിൽ അംഗീകരിച്ചില്ലെങ്കിൽ, ആമേൻ, ഇവിടെ ചെയ്യുന്നതെല്ലാം വൃഥാവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വലിയ 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 സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ആമേൻ. പക്ഷെ എന്ത് എന്ന് ചോദിക്കാൻ സ്വർഗം പോലും പലപ്പോഴും എന്ത് വിളിച്ചു പറയുന്നുവെന്ന് പ്രാസങ്ങൾ നിരത്തി, വചനം പോലും മറച്ചു വച്ച് പ്രാസങ്ങൾ നിരത്തി സംസാരിക്കുന്ന, പായിൽ തുടങ്ങി പായിൽ നിർത്തി, തൂയിൽ തുടങ്ങി തൂയിൽ നിർത്തുന്ന, ഇച്ഛയിൽ തുടങ്ങി ഇച്ഛയിൽ നിർത്തുന്ന, കായിക്കെ തുടങ്ങി കായിക്കെ നിർത്തുന്ന പ്രാസങ്ങൾ നിരത്തി വെച്ച് പറയുമ്പോൾ ഒന്ന് പറയാൻ മറന്നു പോകുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒരു നിത്യത ഉണ്ടെന്ന് പറയാൻ ഇന്നും മടിച്ചു പോകുന്നു. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് ഒത്തിരി വേദിയുണ്ട്, അവരെ തേടിപ്പിടിക്കും. ചിരിക്കാൻ കുറെ പേര് കൂടും,
അവിടെ നിന്നും പോയി ഇരുന്ന് കളയരുത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. വചനം എവിടെ പറയുന്നുവോ അവിടെ പോയിരിക്ക. വചനമില്ലാത്ത ശുശ്രൂഷകൾക്കകത്ത് പോയി ഇരിക്കരുത്. 5 or 6 പേരേ ഉള്ളൂ, മതി. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ കൺവെൻഷൻ പ്രസംഗിച്ചപ്പോൾ നഗ്നമായ സുവിശേഷം വിളിച്ചു പറഞ്ഞു. അതിനകത്ത് ബാക്കിൽ ഡിജിറ്റൽ ടിവിയോ അല്ലെങ്കിൽ അതിൽ തീ പൊങ്ങുന്നതോ തീ കത്തുന്നതോ വെള്ളച്ചാട്ടമോ പറന്നു പോകുന്നതോ സിംഹലർന്നതോ ഒന്നും തന്റെ ബാക്ക്ഗ്രൗണ്ടില്ല. ആമേ, താൻ പച്ച മലയാളത്തിൽ നഗ്നമായ സുവിശേഷം വീണ്ടെടുപ്പിനെ കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും വിളിച്ചു പറഞ്ഞപ്പോൾ വിരലിൽ നിന്ന 10 or 20 പേർ. എന്നാൽ അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറി അടുത്തൊരു ക്രൂസേഡ് നടക്കുന്നുണ്ട്. അവിടെ ആത്മമാരി എന്നും അതും ഇത് വിവരിക്കുന്ന വിഷയമല്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ആമേ, വിളിക്കപ്പെട്ടവർ അനേകരല്ല. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് നിന്ന് ഒരു തെരഞ്ഞെടുപ്പുണ്ട്, തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് നിൽക്കുന്നവർ ചുരുക്കം ചില വ്യക്തികൾ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കയറി വരത്തുള്ളൂ. അവരെ ഓർത്ത് സ്വർഗം പറയുന്നു, ഇത് ലഘുവായ കഷ്ടമാണ്. ഈ കഷ്ടത്തിനകത്ത് നിർത്തുവാൻ നാമേ ദൈവം ശക്തനാണ് എന്ന് പറയാൻ ഇന്ന് രാത്രി ആമേ സ്തോത്രം അധരങ്ങൾ തുറന്ന് പറയാം. സഹോദര, നീ ചെയ്യുന്നത് ഇത് ആമേ സ്തോത്രം, ആമേ, നീ ചെയ്ത ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിലെ ദൈവത്തിൽ കഷ്ടം വരുമ്പോ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ യേശുവിനെ അറിഞ്ഞു വന്ന സമയത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞ വിഷയം, യേശുവിനെ അറിഞ്ഞു വന്ന സമയത്ത് എല്ലാവരും ഉപേക്ഷിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി കോളേജ് പഠിച്ച് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് ഞാൻ അനുഭവിച്ച കഷ്ടതകളും ഒരു കല്യാണത്തിന് വിളിക്കാതെ മാറ്റി നിർത്തും, ആമേ, ഒരു ഫംഗ്ഷന് വിളിക്കാതെ മാറ്റി നിർത്തും. ബാക്കി എല്ലാവരെയും വിളിക്കും, എന്നെ വിളിക്കത്തില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. എന്തിനേറെ എൻ്റെ സഹോദരങ്ങളുടെ കല്യാണത്തിന് പോലും അറിയിക്കാതെ മാറ്റി നിർത്തിയപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പിന്നത്തേതിൽ അവരെ സ്നാനപ്പെടുത്തുവാനും ദൈവഭാഗത്ത് കൊണ്ടുവരുവാനും സ്വർഗമിടയാക്കിയെങ്കിൽ കഷ്ടത എന്ന ആ കഠിന ശോധനയിൽ കൂടെയൊക്കെ ഞാനും നിങ്ങൾ കടന്നുപോയെങ്കിൽ മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ. അന്ന് കഷ്ടത അനുഭവിച്ചത് കൊണ്ട് കണ്ട ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് എന്നെ ഇടയാക്കി. അതുകൊണ്ട് ഇതിനകത്തേക്ക് ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ ഇപ്പോൾ ഉള്ള കഷ്ടതകൾ, ഇപ്പോൾ ഉള്ള ഒറ്റപ്പെടലുകൾ, ഇപ്പോൾ ഉള്ള തേജോവധങ്ങൾ, ഇതൊന്നും ഭാരപ്പെടണ്ട. ഇത് നിന്റെ നിത്യതയിലേക്ക് കൂട്ടിക്കൂട്ടി അങ്ങത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ചില ചെത്തലുകളാണ് ഇതെല്ലാം. അതിനൊന്നും ഭാരപ്പെടണ്ട കേട്ടോ. അത്ഭുതം നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോഴത്തെ യുവ ഗായന്മാരുടെ ഇടയിൽ ഒരു പാട്ടുകാരനുണ്ട്, വേടൻ എന്ന് പറഞ്ഞാൽ. ആ പുള്ളി ആരെന്ന് എനിക്കറിയത്തില്ല, കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. പക്ഷെ ഇന്ന് നിങ്ങൾ വാർത്ത കേട്ടോ, സ്റ്റേറ്റ് അവാർഡ്, സംസ്ഥാന 55ാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ഗാനരചയിതാവിൻ്റെ ആ അവാർഡ് വാങ്ങിയ ആ പയ്യനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പുള്ളി ആരെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ അടിക്കുറിപ്പ് ഞാനിട്ടു. എത്ര ശോധനയിൽ കൂടെ കടന്നു പോയല്ലേ, എന്തുമാത്രം പ്രശ്നത്തിൽ തള്ളിവിട്ടല്ലേ, പക്ഷെ നിന്റെ കൂടെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വളർന്നു വരുന്നതിനെ പൂട്ടിക്കളയാൻ, വളർന്നു വരുന്നതിനെ വേരോടെ വെട്ടിക്കളയാൻ ശത്രു ഇന്ന് മാത്രമല്ല കേട്ടോ, അന്ന് ഏദൻ തോട്ടത്തിനകത്തെ ശത്രു കയറിയെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ദൈവകുഞ്ഞെ നമ്മെ ആക്കി വെച്ച സ്ഥലത്ത് നമ്മൾ എത്രമാത്രം വിഷമം, വേദനകൾ, പ്രയാസങ്ങൾ നേരിട്ടാലും പ്രശ്നമില്ല. അതിനകത്തൊരു ദൈവപ്രവൃത്തി നമ്മുടെ മധ്യേ കർത്താവ് അയക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിച്ച വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കാലത്തിൽ ഒത്തിരി കഷ്ടങ്ങളും വേദനകളും ഉണ്ട് കേട്ടോ. അതൊക്കെ പൗലൂസ് ജന്റെ ജീവിതത്തിൽ അനുഭവിച്ച വിഷയങ്ങളാ. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവകുഞ്ഞെ, പ്രൈസ് ദി ലോർഡ്, ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി വന്നവരല്ല നമ്മളാരും. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാ. എന്നാൽ ഒരു വാക്യം കൂടെ കയറി വായിക്കാമോ നമുക്ക് ഇന്ന് രാത്രിയിൽ? 1 പത്രോസ് എഴുതിയ ലേഖനം, ആമേൻ, സ്തോത്രം, അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 പത്രോസ് 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു.
ചിലപ്പോഴൊക്കെ നാനാ പരീക്ഷകളിൽ കൂടെയൊക്കെ ദൈവം നമ്മെ കടത്തിവിടും. ഈ നാനാ പരീക്ഷ എന്ന് പറയുമ്പോൾ എന്തെന്നറിയാമോ? നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വ്യക്തിയിൽ നിന്ന് വരുന്ന ചില പരീക്ഷകൾ. ചിലപ്പോൾ പ്രസവിച്ച ഉദരത്തിൽ നിന്നായിരിക്കാം വരുന്നത്, ചിലപ്പോൾ ജന്മം തന്ന അപ്പനിൽ നിന്നായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഇന്നലെ നമ്മുടെ കൂടെ ഇരുന്ന് ഒരേ ഡെസ്കിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് ആഹാരം കഴിച്ചവരിൽ നിന്ന് വരുന്ന പരീക്ഷയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്തിനേറെ വീട്ടിനകത്തുള്ള സഹോദരങ്ങളിൽ നിന്ന് വരുന്ന പരീക്ഷയായിരിക്കാം. ഭാരപ്പെടേണ്ട കേട്ടോ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ഇരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ? അല്പനേരത്തേക്ക് അല്പമായ ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ശത്രു തള്ളിവിടും. അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെങ്കിൽ ദൈവം നമ്മെ അടുത്തൊരു തുറമുഖത്തെത്തിക്കുമെന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വചന തെളിവോടെ ഇന്ന് രാത്രി വിളിച്ചു പറയുക. ദൈവകുഞ്ഞെ, പരീക്ഷകൾ ജീവിതത്തിൽ വരും, പ്രയാസങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. നമ്മൾ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുകയാ. എന്താ പരീക്ഷ? നമ്മൾ പഠിച്ച അത് എഴുതുന്നതാ പേപ്പറിൽ. ചിലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വിറയല. ചിലർ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശർപ്പാണ്. പിന്നെ അവർക്ക് വീശണം, ഇങ്ങനെ വീശി കൊടുക്കണം. ചിലർക്കൊക്കെ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഈ ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച പോലെയാണ്. എന്നാൽ ചിലർക്ക് പരീക്ഷ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ, പേപ്പറും ക്വസ്റ്റ്യനും കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൂലയ്ക്ക് പോയിരിക്കും. അല്ലേ ജോബിക്ക് ഞാൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ക്വസ്റ്റ്യൻ കൊടുത്തു. ജോബി പോയി ഒരു മൂലയ്ക്ക് ഇരുന്ന് അങ്ങ് തകർത്തു. ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. സ്തോത്രം. പുള്ളി ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി, വച്ച് പിടിച്ചു. സ്തോത്രം. ഒരു 2.5 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം എഴുതി പാസ്സാക്കി എൻ്റെ കൈ തന്നു. അറിയാവുന്നവർക്ക് ഈസി, അറിഞ്ഞൂടാത്തവർക്കോ തപ്പാണ്. എവിടെ കിടക്കുന്നു? ഇതെന്താ പരീക്ഷ? ഇതാണ് പരീക്ഷ. പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നത് അത് പേപ്പറിൽ കൃത്യമായിട്ട് എഴുതണം. അതാണ് പരീക്ഷ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. വചനം യേശു കർത്താവ് എന്താ പറയുന്നത്? പരീക്ഷ സഹിക്കുന്നത്. ഇതെന്താ പരീക്ഷ? അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് ആ പരീക്ഷ നിൽക്കുന്നത് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറേ ഉള്ളൂ. അവിടെ നമ്മളിന്ന് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലരൊക്കെ ഡെസ്കിൽ ഇങ്ങനെ അമർത്തി പിടിക്കുകയാണ്. ഈ ഗുസ്തിക്ക് പഞ്ച് പിടിക്കുന്നത് പോലെ ഡെസ്കിൽ അമർത്തി പിടിച്ച് കാലുകൊണ്ടൊക്കെ ചാവിട്ടി ഓടിച്ച്. കാരണം പരീക്ഷ ഇങ്ങനെ കയറി വരികയാണ്. നരിയാടി മുതൽ ഇങ്ങനെ കയറി ഈ നെറുകയിൽ വരുമ്പോഴാണ് അത് പേപ്പറിൽ കൂടെ വരുന്നത്. പേപ്പറിൽ കൂടെ വരണമെങ്കിൽ പേന വേണമല്ലോ. പേനയിൽ ആത്തി എഴുതുമ്പോൾ തെളിയത്തില്ല. സ്തോത്രം. പിന്നെ ഇങ്ങനെ കുലുക്കും പേന. ഞാൻ എഴുതുന്നത് ഈ പണ്ടത്തെ ഹീറോ പേനൊക്കെ എഴുതി നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ 3 രൂപയ്ക്കുള്ള പേനിൽ എന്ത് കുലുക്കാനാ? സ്തോത്രം. നോക്കൂ, ഈ കുലുക്കുന്ന സമയത്ത് ഇവർക്ക് ഓർമ്മ വരും, ഇതെന്താ ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? സ്തോത്രം. ഇന്ന് രാത്രി അല്പനേരത്തേക്കുള്ള ഈ പരീക്ഷയും നീ പേടിക്കണ്ട. ആമേൻ. സ്തോത്രം. നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ദുഃഖിച്ചവരാരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ദുഃഖിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പരീക്ഷയിൽ ദുഃഖിക്കുന്നവരുണ്ടോ? ഇതിനകത്ത് കുടുംബത്തിനകത്ത് പരീക്ഷ ഘട്ടമാണ്. ആമേൻ. പുറത്തിറങ്ങിയ പരീക്ഷയാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളുടെ ഇടയ്ക്കോ ബന്ധുക്കളുടെ ഇടയ്ക്കോ അയ്യോ എന്നോട് അവരിങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് വന്ന വാക്കുകൾ കൊണ്ട് പരീക്ഷ മുട്ടിയിരിക്കുകയാണോ? പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുകയാണോ? അങ്ങനെ ആരെങ്കിലും സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരാനന്ദത്തോടെ നിന്നെ പുറത്തു കൊണ്ടുവരും കർത്താവ്. നീ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, നീ ദുഃഖത്തോടെ ആയിരുന്നാലും, നീ പ്രതീക്ഷയിൽ അസ്തമിച്ചു എന്ന് പറഞ്ഞിരുന്നാലും, ഇന്ന് രാത്രി പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, നിന്നെ ആര് ദുഃഖിപ്പിച്ചോ അവരുടെ നടുവിൽ ഒരു നിത്യാനന്ദം പോലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷക്തനായിരിക്കുന്ന ഹല്ലേലൂയ
പൗലോസ് വിളിച്ചു പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ കരുതലിലേക്ക്, ദൈവത്തിന്റെ കരുത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ദൈവവൈതലെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറയപ്പെട്ട നാനാ പരീക്ഷകളിൽ നീ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും പിന്നത്തെ നിന്നെ നിത്യാനത്വത്തോടെ ദൈവം പുറത്തെടുത്ത് ദൈവം നിന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ അതിൻ്റെതായ നിലയിൽ ശോഭിക്കത്തക്ക തലത്തിൽ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. അത് ദൈവത്തിന്റെ ഡ്യൂട്ടിയാണ്. അതിന്ന് പകൽക്കാലം സംഭവിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ആരൊക്കെയോ ചില പരീക്ഷ ഘട്ടത്തിൽ കൂടെ വേദനയോടെ ഇരിക്കുന്നു. എല്ലാം ഉണ്ട്, പക്ഷേ എന്തൊക്കെയോ ഇല്ലാത്തതുപോലെയുള്ള സങ്കടങ്ങളും ചില വേദനകളും പ്രയാസങ്ങളിലെ കൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വാത്സല്യ ജീവിതമേ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുക, ഓ ഏത് പരീക്ഷയിലാണ് നീ ആയിരിക്കുന്നത്, അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരു ആനന്ദത്തോടെ, ഹല്ലേലൂയ, ആനന്ദം, പ്രൈസ് ദി ലോർഡ്, ഈ ആനന്ദത്തിനകത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ ദാവീദ് ഒരു കാര്യം പറഞ്ഞു, സ്തോത്രം. ദാവീദിനെല്ലാം പരീക്ഷയാണ്. ദാവീദ് എവിടെയെല്ലാം പോയാലും അവിടെ എല്ലാം പരീക്ഷയാണ്. 30-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്ന ഒരു ദൂത് 30-ന്റെ 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും ഒക്കെ പഠിക്കുമ്പോൾ, ആമേൻ, ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയൊരു പരീക്ഷ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ഹല്ലേലൂയ. നീ എന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. എങ്ങനെ? 6-ാം വാക്യം പറഞ്ഞു, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. കാരണം എന്തുണ്ട്? തലയിൽ നിത്യാനന്ദം തലയിൽ ഇരിപ്പുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിത്യാനന്ദത്തിനകത്ത് നിറയപ്പെട്ട, നിത്യാനന്ദ കൂടാരത്തിനകത്തൊരു കൂടാരത്തിനകത്ത്, നിത്യ കൂടാരത്തിനകത്ത് അകപ്പെട്ടു പോയ ആമേ ദൈവപൈതലേ, നിനക്കൊരു നിത്യ കൂടാരമുണ്ട്. അത് ഈ ഭൂമിയിലെ കൂടാരമല്ല, സ്വർഗത്തിലെ ദൈവം നിനക്കൊരുക്കുന്ന ഒരു നിത്യ കൂടാരം. ഈ ഭൂമിയിലെ കൂടാരമെല്ലാം പൊളിഞ്ഞു പോകും, ഈ ഭൂമിയിലെ കൂടാരമെല്ലാം നശിച്ചു പോകും. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു കൂടാരത്തിലേക്ക്, ഒരു നിത്യ കൂടാരത്തിലേക്ക് വൈദ്യനായ ലൂക്ക വിളിച്ചു പറയുന്നു, ഇത് നിത്യ കൂടാരമാണ്, ഇത് നിത്യമായ ഒരു കൂടാരമാണ്. ഈ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. കുറച്ച് നേരത്തേക്ക് ഒരു കോപമുള്ളൂ ദൈവത്തിന്, കേട്ടോ, എപ്പോഴും ഇല്ല. ചില സമയത്ത് കർത്താവ് നല്ല കോപിഷ്ഠനായിരിക്കും, സ്തോത്രം. അതിനുശേഷം കർത്താവ് ഭയങ്കര സ്നേഹമായിരിക്കും, പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾക്ക് മാത്രമേ കർത്താവ് കോപിക്കത്തുള്ളൂ. നോക്കിക്കേ, അടുത്ത് പറയുന്നത്, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും. പറ, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും. എത്രയോ രാത്രി സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർത്തു, എത്രയോ രാത്രി കരഞ്ഞു. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു മൂലയ്ക്ക് പോയിരുന്ന ശബ്ദം പുറത്തു വരാതെ സൂക്ഷിച്ച് എത്രയോ പ്രാവശ്യം കരഞ്ഞ് കരഞ്ഞ് മാറത്തടിച്ച ദൈവകുഞ്ഞ്, ഇന്ന് രാത്രി, ഈ രാത്രി, ഓ എനിക്കൊന്ന് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ, എനിക്കിന്നിപ്പോ രാത്രി യാത്ര തിരിച്ചാൽ ആരും അറിയാതെ ഇവിടുന്ന് മറ്റ് രാജ്യത്തേക്ക് പോകാമല്ലോ, മറ്റ് സംസ്ഥാനത്തിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് കരച്ചിൽ രാത്രി കയറി വന്നെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, പക്ഷേ ആ രാത്രി നിന്നെ കരയാൻ ഇടയാക്കിയെങ്കിൽ ഉഷസ്സാകുമ്പോൾ ആനന്ദഘോഷം നിന്റെ ജീവിതത്തിൽ കൂടാരത്തിൽ നിറഞ്ഞു നിൽക്കുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി 2025 11-ാമത്തെ മാസം 3-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിന്റെ ജീവിതത്തിനകത്തൊരു ആനന്ദഘോഷം. ഹല്ലേലൂയ, ഒരു ആനന്ദഘോഷം. ആമേൻ, സ്തോത്രം. ഇവിടെ ദാവീദ് പറഞ്ഞൊരു കാര്യം ഇതാണ്. ആമേൻ, സ്തോത്രം. ആമേൻ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം ആമേൻ വരുന്നു. ആമേൻ, രാത്രി കരഞ്ഞത്, രാത്രി വിലപിച്ചത്, രാത്രി ഒഴുക്കിയ കണ്ണുനീര്, രാത്രി ഒഴുക്കിയ വേദനയുടെ രക്തത്തെ
കണ്ണുനീർത്തുള്ളികൾ ഇന്ന് രാത്രി നീ എത്ര രാത്രി കരഞ്ഞിട്ടുണ്ടോ അതിൻ്റെതായ നിലയിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഒരു പ്രഭാതം നിനക്ക് വേണ്ടിയുണ്ട്. ഇതുവരെ ആരും കാണാത്ത പ്രഭാതം, ഇതുവരെ ആരും ആമേൻ കാണാത്ത പ്രഭാതം ഞാൻ നിനക്ക് തരാൻ പോകുകയാ. ഇന്നലെ നീ കരഞ്ഞില്ലേ, ഇന്നലെ മാറത്തടിച്ചില്ലേ, എനിക്ക് ഏതാവത് സംഭവിച്ചാൽ എന്നെ ഒന്ന് ചേർത്തണയ്ക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഏങ്ങി കരഞ്ഞത് ഈ ഉലകത്തിൽ ഒരു മനുഷ്യനും കണ്ടില്ലെങ്കിലോ, നിന്റെ അടുത്ത് കിടന്നുറങ്ങി നിന്റെ ഭർത്താവ് കണ്ടില്ലെങ്കിലോ, നിന്റെ മക്കൾ കണ്ടില്ലെങ്കിലോ, നിന്റെ അപ്പനോ അമ്മയോ അറിഞ്ഞില്ലെങ്കിലോ, നിന്നെ അറിയുന്നൊരു സ്വർഗമുണ്ട്. നിന്റെ കണ്ണുനീര് മാറാൻ പോകുന്നു, നിന്റെ കരച്ചില് മാറാൻ പോകുന്നു. ആമ ഇന്ന് രാത്രിയില് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ആമ ഞാൻ ഒരു നാള് കുലുങ്ങിപ്പോകയില്ല എന്നെന്റെ ആമേ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. ആ ഒരു നാള് കുലുങ്ങത്തില്ല. കാരണം തലയിൽ അഭിഷേക തൈലമുള്ളവൻ ഒരിക്കലും കുലുങ്ങണ്ട. അവൻ ഒരിക്കലും കുലുങ്ങിപ്പോകാതെ എന്നേക്കും നിലനിർത്തുന്ന സിയോൻ പർവ്വതം പോലെ ആയിരിക്കും. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ എന്നേക്കും തന്റെ ഭക്തന്മാരെ ചുറ്റിയിരിക്കുന്നു. എന്നാൽ സെഖറിയാവ് പറയുന്നു, തന്റെ ഭക്തന്മാർക്ക് ചുറ്റും അവരൊരു പട്ടാളം ഇറക്കി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കരുതൽ ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. കരയുന്ന ദൈവ പൈതലേ, വചനം പറയുന്നു, കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗങ്ങൾക്ക് അതിന്റെ ആഹാരത്തെ കൊടുക്കുന്ന അരുമരക്ഷകനായ ദൈവം ഇന്ന് രാത്രി നിന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ മുമ്പിൽ ആര് കരഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ഒരു ഉഷസ് നോക്കിയിരിക്കുക. ആരൊക്കെ നിന്നെ കരയിപ്പിച്ചോ, നിങ്ങൾ ആര് കരയിപ്പിച്ചോ അവരുടെ മുൻപിൽ ഒരു ഉഷസ്സുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതുവരെ തല താഴ്ത്തിക്കിടന്ന പുൽക്കൊടികൾ തല ഉയർത്തി നിൽക്കുന്നു. അതുവരെ തല താഴ്ത്തിക്കിടന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് ചെടികൾ തല ഉയർത്തി നിൽക്കുന്നു. അതുവരെ തല താഴ്ത്തിക്കിടന്ന ജമന്തികൾ അതിൻ്റെതായ പ്രൗഢിയിൽ അത് ഉയർന്നു നിൽക്കുന്നു. നിന്റെ തല ഉയരുന്ന ഒരു പകൽക്കാലം വരാൻ പോകുന്നു. നിന്റെ തല ഉയർത്തുന്ന ഒരു പ്രഭാതം വരാൻ പോകുന്നു. നിന്റെ തല ഉയർത്തുന്ന ഒരു ആമേൻ ഒരു ഉഷസ് വരാൻ പോകുന്നു. നിന്നെ ആമേൻ നീ ഇല്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ നിന്റെ തല ഉയർത്തുന്ന, നിന്റെ ശിരസ് ഉയർത്തുന്ന, ഓ പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, നിനക്കൊരു ഉഷസ് വരാൻ പോകുന്നു. ഇന്നലകളിൽ നീ കരഞ്ഞതല്ല, ഇന്നലകളിൽ മാറത്തടിച്ചതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പ വിഷം കിട്ടിയെങ്കിൽ തിന്നാമായിരുന്നു. എല്ലാം തകർത്ത് കളയാമായിരുന്നു. ഇത്രയും നാൾ ഞാൻ വച്ചു വിളമ്പി കൊടുത്തിട്ട് ആർക്കും എന്നോട് നന്ദിയില്ലല്ലോ. എല്ലാം അവസാനിപ്പിക്കാൻ പോകുകയാ, ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി നിന്റെ കണ്ണീര് കാണുന്ന, നിന്റെ വിലാപങ്ങൾ കാണുന്ന, നിന്റെ മാറത്തടി കേൾക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ആരോടൊക്കെ ദൂത് പറയുകയാ. ശമനപരകതന വൈഡകരാജകൽക്കനാദി നിനക്കൊരു ഉഷസ് വരാൻ പോകുന്നു. ഹല്ലേലൂയ. യാക്കോബേ, നിനക്കൊരു ഉഷസ്സുണ്ട്, പിടിച്ചോ. ഇന്ന് രാത്രി ഏതൊക്കെയോ വ്യക്തിയോട് ദൈവാത്മ പറയുക, നീ അവന്റെ കാലിൽ പിടിച്ചോ. അവൻ ഇന്ന് രാത്രി നീ കരയ്, നിന്റെ കണ്ണീര് ഇവിടെ വീഴട്ടെ. ഈ ആറ്റിന്റെ തീരം മുഴുവൻ കണ്ണീരാ നിറയട്ടെ. ഉഷസ് വരാൻ പോകുന്നു, ഉഷസ് വരാൻ പോകുന്നു. ദൂതൻ നിന്നെ അനുഗ്രഹിക്കാതെ നീ വിടത്തില്ല എന്ന് ദൂതൻ അറിയാം. ഇന്ന് രാത്രി ആരോടൊക്കെ വീട്ടിനകത്ത് പട്ടണത്തില് ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യാശയുടെ വാക്കുകൾ പറയുന്ന, നിന്നെ നിത്യതയിലേക്ക് തുറമുഖത്തേക്ക് എത്തിക്കുന്ന വേദനകള് വിഷമങ്ങള് ഇന്ന് രാത്രി മാറി നിനക്കൊരു നല്ലൊരു ഉഷസ്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഉഷസ്. നമ്മൾ പാടാറില്ലേ, ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവേ സ്തുതിപ്പാൻ. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവേ സ്തുതിപ്പാൻ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഇതുപോലൊരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ. ഇതുപോ
ഒരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ. എന്താനന്ദം നമ്മൾ പ്രിയനായി ശോഭസൂര്യനായി വരും നാൾ. എന്താനന്ദം നമ്മൾ പ്രിയനായി ശോഭസൂര്യനായി വരും നാൾ. ഹല്ലേലൂയ. വേദനയുണ്ടെന്ന്, പ്രശ്നങ്ങളുണ്ട്, വേദനയുണ്ട്. പാട്ടുകാരൻ പറയാ, അവൻ ശോഭസൂര്യനായി നിന്റെ അടുത്ത് ചാരെ വരുമ്പോൾ നിന്നെ പറഞ്ഞ വാക്കുകളൊക്കെ തിരിച്ചെടുക്കാൻ കഴിയാതെ കാല് പിടിക്കുന്ന ചില സമയങ്ങൾ വരും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രിയിൽ ദൈവം പറയുന്നു, ഉഷസ് വരാൻ പോകുന്നു. നിനക്കൊരു ഉഷസ്സുണ്ടെന്നേ. ഹല്ലേലൂയ. ആമേൻ. പ്രവാചകനായ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 54-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും 26-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യവും 55-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ ആമേൻ, പ്രവാചകൻ ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വച്ചിട്ട്, നിനക്ക് വേണ്ടി ചിലത് മാറ്റി വച്ചിട്ട് പറയുകയാണ്. 54-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വേദാംശത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഇന്ന് രാത്രി തിരിക്കുക. വായിച്ചാട്ടെ, 54:7 വായിച്ചാട്ടെ. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ഇന്ന് രാത്രി ആ ഭാഗത്തേക്ക് തിരിക്കുക. വായിച്ചേ. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അല്പനേരത്തേക്ക് കേട്ടോ, ചില നേരത്തേക്ക് വേണ്ടി മാത്രമുള്ളതായി ഈ പ്രശ്നം. മഹാകരുണയോടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവം അല്പനേരത്തേക്കുള്ള ഈ ചെറിയ പ്രശ്നത്തെ ഒന്ന് അതിജീവിപ്പാൻ നിങ്ങൾ തയ്യാറായാൽ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾക്ക് സാധിക്കുമോ? 1 മണിക്കൂർ നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ? 1 മണിക്കൂർ നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് തിരുവചനത്തിൻ്റെ മുമ്പിൽ 1 മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ? ദൈവദാസനെ അത് മാത്രം പറയരുത്. വേറെ എന്ത് ഞാൻ കേൾക്കും, അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയും. ഇരുന്ന് നോക്കിക്കേ. അല്ലാതെ നിങ്ങൾ എത്രത്തോളം വചനം വായിച്ചാലും നടക്കില്ല. 1 മണിക്കൂർ ആ കോണ്ടാക്ട് മാറണം. ഈ ലോകത്തിലുള്ള ശബ്ദം വിടണം. ഈ ലോകവുമായിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ നിങ്ങൾ വിടണം. പറ്റുമോ? അതാ ഏറ്റവും വലിയ മർമ്മം. ഇന്ന് രാത്രി ദൈവം പറയുക, ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. കാരണം ഇന്ന് വൈകിട്ട് ഞാൻ 1.5 മണിക്കൂർ സമയം നോക്കി 1.5 മണിക്കൂർ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ വചനം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ മുമ്പിൽ ഒരു 8-10 നോട്ട് ബുക്കുകളും കുറേ നോട്ടും ഇരിക്കുക എൻ്റെ മുമ്പിൽ. ഞാൻ ഇതെല്ലാം സെർച്ച് ചെയ്തു. ഇങ്ങനെ ഇരിക്കുക. ഇന്നത്തെ മെസ്സേജിന് വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ 1.5 മണിക്കൂർ കറക്റ്റ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഞാൻ ഇരിക്കുന്ന അവിടെയാ, വചനത്തിന് മുമ്പിലാണ്. നോക്കണേ, എൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിച്ചാൽ കിട്ടാത്തത് കൊണ്ട് എൻ്റെ ചെറിയ മൊബൈലിൽ വില്ലന്മാർ വിളിച്ചു കളഞ്ഞു. വിടത്തില്ല. അതുകൊണ്ട് ഞാൻ അതും കൂടെ എന്ത് ചെയ്തെന്നറിയാമോ, ഓഫ് ചെയ്ത് വെച്ചു. ഹാടാ. അപ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചപ്പോൾ ടാബിൽ വിളിക്കുന്നു. എല്ലാം പോരാ, സ്വത്രം, ഇതിനെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. അത് ഓഫ് ചെയ്ത് വെച്ചപ്പോൾ സിയോരൊന്ന് ആ മൊബൈലിൽ വിളിക്കുന്നു. എൻ്റെ ദൈവ പൈതലേ, അപ്പോൾ ഓഫ് ചെയ്യാതെ നീ ഇരുന്ന് നോക്ക്. നിനക്ക് പ്രാർത്ഥനയും ഉണ്ടാകത്തില്ല, നിന്നെ ആരും വിളിക്കത്തുമില്ല. ആമേൻ, സ്തോത്രം. നിന്നോട് ആർക്കും സംസാരിക്കാനുമില്ല. സാത്താൻ്റെ പരിപാടിയാ. ഇതുവരയ്ക്കും വിളിക്കാത്ത പലതും വിളിച്ചു. ഹല്ലേലൂയ. ഇതുവരെ കോണ്ടാക്ട് ചെയ്ത പലതും 1.5 മണിക്കൂറിനകത്ത് വെച്ച് 7-8 പേര് വിളിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്നിൽ കൂടെ വലിയ ദൗത്യം പുറത്തു വരാനുണ്ട്. നിന്നെ വിടാതിരിപ്പാൻ ഈ ലോകത്തിലെ ശക്തികൾ അതിനകത്ത് ആമേൻ ഒരു വലിയ നെറ്റ്വർക്ക് ഇരിക്കുക. ഓ ശബനപരകതന വൈഡകരാജകൾക്കനാദി. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഇവിടെ പറയുന്നു അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കാമോ? അല്പനേരത്തേക്ക് മൊബൈൽ മാറ്റിവെക്കാമോ? ആമേ, കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിലേക്ക് പോയപ്പോൾ, കല്യാണ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ബഹളം. എന്താ കാര്യം? വേറെ ഒന്നുമില്ല, പൈസയ്ക്ക് ഭർത്താവിൻ്റെ പൈസ ഇരിപ്പുണ്ട്. എന്നാൽ ഭാര്യയ്ക്ക് ഭയങ്കര ടെൻഷൻ. ആമേ, ഞാൻ ചോദിച്ചു, എന്താ ആവശ്യത്തിന്, എന്താ പാർശ്വം കാണിക്കുന്നത്? എൻ്റെ പൊന്ന് ദൈവദാസൻ ഇങ്ങോട്ടൊന്ന് വന്നേ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ ചടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. എൻ്റെ ദൈവദാസന് ഒരു മൊബൈലാ പ്രശ്നം. അത് വീട്ടിലായിപ്പോയി. കാറിലുണ്ടെന്ന് അവൾ പറഞ്ഞു, പക്ഷെ വീട്ടിലായിപ്പോയി. തിരിച്ചെന്നെ വീട്ടുവരെ കൊണ്ടുപോയപ്പോൾ ഇവിടെ കെട്ട് കഴിഞ്ഞു. വീട്ടിൽ പോയിട്ട് നമ്മൾ കെട്ട് കഴിഞ്ഞു. സ്തോത്രം. ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഒരു മൊബൈൽ, പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന്, പേപ്പർ മടക്കി കൊടുക്കാമെന്ന്. പക്ഷെ മൊബൈൽ ഇല്ലെങ്കിൽ പ്രശ്നമാണ്.
ഇന്ന് രാത്രി അല്പനേരത്തേക്ക് മാത്രം ഒന്ന് മാറ്റിവെക്കാമോ? പ്രാർത്ഥനാ സമയത്തേക്ക് ഇരുന്ന് നോക്കിയേ, ഒന്ന് പരീക്ഷ നോക്കിയേ. നിങ്ങൾ ഇന്ന് രാത്രി എന്താ വരട്ടെ, ഒരു അരമണിക്കൂർ ആമേൻ ഞാനൊന്ന് മാറ്റി വെച്ചിരിക്കാൻ പോകാം, ഒന്ന് പ്രാർത്ഥിക്കാൻ പോകയാ, ഒന്ന് ഇരുന്ന് നോക്കിയേ. അയൽവക്കത്ത് വിളിക്കും, അവിടെ ഇല്ലേ? വാതിലെല്ലാം പൂട്ടി ആമേൻ സ്തോത്രം, ചെവിയിൽ പഞ്ഞിയും വെച്ചേ ഇരിക്കാവൂ. അവിടെ നിന്ന് അയൽവക്കത്ത് വിളി വരും, ആ കൊച്ചവിടെ ഇല്ലേ, ആ ബ്രദർ അവിടെ ഇല്ലേ? ഒന്ന് ഇതുവരെ വിളിക്കാത്തവരാ സ്തോത്രം. പല പ്രാവശ്യം കണ്ടതാ ആ മുമ്പ്, അതുവരെ സംസാരിക്കണ്ട. ഇന്ന് രാത്രി പലരെയും നെറ്റ്വർക്കായിട്ട് പിശാച് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും തകർത്ത് കളയണം ആത്മീയത്തെ, എങ്ങനെയെങ്കിലും ഉടച്ചു കളയണം, എങ്ങനെയെങ്കിലും തുരത്തി കളയണം, എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഈ നെറ്റ്വർക്ക് അഭിഷേകത്തിന് നെറ്റ്വർക്കിനകത്തുനിന്ന് നിന്നെ വലിച്ച് പുറത്തിടണം. പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. ചില സമയത്ത് മാത്രം കേട്ടോ, ചെറിയ ചെറിയ വേദന വരുമ്പോൾ ദൈവം അല്പം ഒന്ന് മാറി നിൽക്കുന്നതാ. കാറ്റടിച്ചില്ലേ പടകില് കാറ്റടിച്ചില്ലേ? മാർക്കോസ് 4 കാറ്റടിച്ചപ്പോൾ മാർക്കോസ് 4:3 4-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് 35 പടകിലും തിരമാല തള്ളിക്കയറിയില്ല. പക്ഷെ യേശുവിൻ്റെ പടകിൽ തിരമാല തള്ളിക്കയറി. അല്പനേരത്തേക്ക് യേശു കണ്ണൊന്ന് ആമേൻ അടച്ചത് മാത്രമേ ഉള്ളൂ. നെറ്റ്വർക്ക് എല്ലാം ബ്ലോക്കായി. സ്തോത്രം. പ്രാർത്ഥന നിന്നു, ആരാധന. കർത്താവ് ഉണർന്നപ്പോൾ എന്ത് ആരാധന? പരിശുദ്ധാത്മാവിൻ്റെ ആരാധന. ഒരാൾ പ്രവചിക്കുന്നു, ഒരാൾ ദൂത് പറയുന്നു, ഒരാൾ വ്യാഖ്യാനിക്കുന്നു, ഒരാൾ അഭിഷേകത്തിൽ കൈയടിച്ച് നൃത്തം ചെയ്യുന്നു. കർത്താവ് കണ്ണടച്ചപ്പോഴത്തേനും ആമേൻ ആരാധനയില്ല, എല്ലാ നെറ്റ്വർക്കും ബ്ലോക്കായി. ആമേൻ. അപ്പോഴാ തിരമാല തള്ളിക്കയറിയത്. സ്തോത്രം. എന്നാൽ കുറച്ചുകൂടെ അപ്പുറത്തുകൂടെ ഒരു 40 പടക് സഞ്ചരിക്കുന്നുണ്ട്, അതിൽ ദൈവമില്ല. എന്നാൽ കർത്താവിൻ്റെ പടകിൽ തിരമാല തള്ളിക്കയറി. കാരണം അല്പനേരത്തേക്കൊന്ന് കണ്ണടച്ചപ്പോൾ പ്രശ്നം അങ്ങ് അല്ലാത്ത അന്തരീക്ഷത്തിലായെന്ന്. അത്ര സ്വാധീനിച്ചു മനുഷ്യനെ. ഇതില്ലാതെ ഒരു ജീവിതമില്ല. ഒരു നേരത്തെ ആഹാരമില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മാസം വെള്ളം കുടിച്ച് കിടക്കാം. പക്ഷെ മൊബൈലില്ലാതെ ഒരു ദിവസം ഇരിക്കാൻ പറ്റില്ല. അതുപോലെ ഇതെവിടെ നോക്കിയേ, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ചേർത്തുകൊള്ളും. മഹാകരുണയോടെ. ഈ ലോകത്തിനകത്ത് ഒത്തിരി നെറ്റ്വർക്കുകളുണ്ട്. അതിനകത്ത് നിന്ന് ദൈവാത്മാവ് നമ്മെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, ദൈവത്തിന്റെ പ്രവൃത്തി അത് ശക്തമായി വെളിപ്പെടും. എന്താ ഇതൊക്കെ സംഭവിക്കുന്നത്? വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ആമേ സ്തോത്രം. എല്ലാം പരിമിതികളാണ്. പക്ഷെ പേടിക്കണ്ട, പരിമിതിക്കപ്പുറം ആമേ ഇറങ്ങുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി കുടുംബങ്ങളിൽ വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പരിമിതി കാണിക്കാറുണ്ടല്ലേ, പക്ഷെ പരിമിതി ഇല്ലാത്തൊരു ദൈവസ്നേഹം നമ്മെ തേടി വന്നില്ലേ? ആ ദൈവസ്നേഹത്തിന് നടുവിൽ ദൈവം നമ്മൾ നിർത്തിയില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചേ. ആമേ നോക്കിയേ, ഇവിടെ വായിച്ച വാക്യത്തിൽ വരുന്ന ഇങ്ങനെയാണ്. അതിൻ്റെ 6 മുതൽ നിങ്ങൾ വായിക്കണം കേട്ടോ, പിന്നീട് എപ്പോഴെങ്കിലും. നിങ്ങൾ അതിൻ്റെ 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും 8ഉം 9ഉം ആമേൻ സ്തോത്രം. എന്നാൽ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രവാചകൻ പറയുന്നത്, അരിഷ്ടതയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളും ആയുള്ളോവേ, ഞാൻ നിന്റെ കല്ല് ആമേൻ അഞ്ജനത്തിൽ പതിപ്പിക്കുകയും ആമേൻ നീല കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ആമേൻ. എന്ത് ചെയ്യും? നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനമിട്ട്. ഒരു ദൂതാത് കേട്ടോ, ഇന്ന് രാത്രി ആമേൻ മനുഷ്യൻ വാക്കുകൾ പറഞ്ഞ് ചിലത് ആമേൻ സ്തോത്രം നിന്നെ ആമേൻ വേദനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി പറയുക, നീ കൊടുങ്കാറ്റ് കൊണ്ട് അടിച്ച് തകർക്കപ്പെട്ട് ആശയെല്ലാം അറ്റുപോയിരിക്കുന്ന ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി ആമേൻ ഒരു വലിയ കരം ഇന്ന് രാത്രി ഇറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ.
ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഏതൊക്കെയോ ഭവനത്തിനകത്ത് വെളിപ്പെടുന്നുണ്ട് കേട്ടോ. ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ വെളിപ്പാട് പറയുക. ഇന്നലകളിൽ നിന്നെ പരിഹസിച്ചവരും ഇന്നലകളിൽ സ്തോത്രം മാറ്റി നിർത്തിയവരുടെ മുൻപിൽ പരിശുദ്ധാത്മ പറയുകയാണ്, അരിഷ്ടതയാലും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ അറ്റുപോയവളും ആയുള്ളോവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിപ്പിക്കുകയും നീലക്കല്ല് കൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ചില കല്ലുകളുടെ പേര് നിങ്ങൾ പിന്നെ വായിച്ചോണ്ടാൽ മതി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവർത്തിക്ക് ഇന്ന് രാത്രി വായിച്ച അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വേദാംശം. 2 കൊരിന്ത്യർ ലേഖനം 5-ന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാമല്ലോ. അവിടെ എന്താണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. കാഴ്ചയാലല്ല വിശ്വാസത്തിലത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല, പിന്നെ എങ്ങനെ? വിശ്വാസത്താൽ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടു ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അനേകം എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. കർത്താവിനോട് കൂടെ നടക്കാൻ എന്ത് വിടണം? ശരീരം വിടണം. ശരീരം വിടണ്ടേ? പിന്നെ ശരീരം വിടണം, എങ്കിലേ പോകാൻ പറ്റൂ. ആമേൻ. ഈ ഭൂമിക്കകത്ത് നമുക്ക് പാർക്കാൻ, നമ്മെ ഈ ആത്മാവിന് വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കൂടാരം, പുറന്തോട്. ആമേൻ, സ്തോത്രം. ഈ പുറന്തോടിനെ ഇവിടെ വിട്ടിട്ട് ആത്മാവ് കൂടെ നടക്കും, കർത്താവിനോട് കൂടെ. ആമേൻ, സ്തോത്രം. 8, 9, 10, 11 വാക്യങ്ങൾ നിങ്ങൾ പിന്നെ വായിക്കണം കേട്ടോ. ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിലേക്ക് നമുക്ക് ഇന്ന് രാത്രി കയറി വരാം. ദൈവം നമ്മെ ഇന്ന് രാത്രി പണിയട്ടെ. ഹല്ലേലൂയ. അടുത്തൊരു നമുക്ക് വായിക്കാം. നേരത്തെ ഹെഡിങ് എഴുതി കാണും നിങ്ങൾ, ജീവവൃക്ഷം. പ്രൈസ് ദി ലോർഡ്. ഈ ജീവവൃക്ഷത്തിനകത്ത് ചില പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിക്കുമ്പോൾ ജീവവൃക്ഷത്തിൻ്റെ വലിയ ഒരു സംരംഭം തന്നെ നിറഞ്ഞു നിൽപ്പുണ്ട്. ആദ്യ മനുഷ്യനായ ആദമിനെ ഹവ്വയെയും വീഴ്ത്തിക്കളഞ്ഞ വൃക്ഷം മുതൽ മുൻപിലോട്ട് ചിന്തിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ നാളുകളിലും ദൈവത്തിൻ്റെ കൂടെ വസിക്കേണ്ട ജനത്തെയും തെറ്റിച്ച് കളഞ്ഞ ഒരു മഹാശത്രു ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ ഒരാൾ ശക്തമായി ഇന്ന് രാത്രി ഇന്ന് വായിച്ചാട്ടെ. നമ്മൾക്ക് അറിയാവുന്ന അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വേദാംശം വരെ ഒന്ന് വായിച്ച്. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജോലയുമായി നിർത്തി. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജോലയുമായി ഏദൻ പൂങ്കാവനത്തിൽ സ്വർഗത്തിലെ ദൈവം നിർത്തി. ഈ കെരൂബുകളെ പിന്നത്തേതിൽ യെശയ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ കെരൂബുകളെ കൊണ്ടുവന്നു. കെരൂബുകൾ നിസ്സാരമായ പക്ഷികൾ മാത്രമല്ല, ദൂതന്മാരാണ്. ഇവരുടെ കയ്യിലിരുന്ന വാളുകൾ ഒരു സെക്കൻഡ് കൊണ്ട് 100 പേരെ വെട്ടിവീഴ്ത്താൻ അത്ര ആരോഗ്യവും അത്ര ബലവും ശക്തിയും പ്രാപിച്ച ദൈവത്തിന്റെ ദൂതന്മാരെ ഏദൻ പൂങ്കാവനത്തിൽ നിർത്തി പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. സ്തോത്രം. ദൈവം പറഞ്ഞു അരുത്, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് അവർ ചെയ്തു. ശാരീരിക മരണമല്ല അവിടെ സംഭവിച്ചത്, ആത്മീകമായ മരണം സംഭവിച്ചു. ഇന്നും അങ്ങനെയല്ലേ? നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? ആത്മീകത്തിൽ ഉണർവില്ല. ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനം കഴിഞ്ഞ ദിവസം എപ്പോഴും ഞാൻ പ്രസംഗിച്ചു, രാവിലെ ഞായറാഴ്ച തന്നെ കേട്ട് കാണും പലരും. സ്തോത്രം. ആമേൻ.
ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് അറിയണം. എവിടെ തോറ്റുപോയി, എവിടെ പരാജയപ്പെട്ടു പോയി, എവിടെ മനുഷ്യൻ തള്ളപ്പെട്ടു. ഏദം പൂങ്കാവനം മുതൽ മലാക്കി വരെ പഠിക്കുമ്പോൾ മനുഷ്യൻ പലയിടത്തും ഒറ്റപ്പെട്ടു പോയി, തളർന്ന് തരിപ്പണമായി പോയി. ദൈവത്തെ തോൽപ്പിക്കാൻ, ദൈവത്തെ നിസ്സാരക്കാരനാക്കാൻ മനുഷ്യൻ മുൻപിലോട്ട് കാൽച്ചുവട് വെച്ചപ്പോൾ അവരുടെ കാൽച്ചുവടിലെ മണ്ണുകളെ കർത്താവ് എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ വായിച്ചതിങ്ങനെ അവനെ എടുത്ത് നിലത്തെ കൃഷി ചെയ്യേണ്ടതിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം വച്ചിരിക്കുന്നത് അവനെ എടുത്ത അതേ തോട്ടത്തിനകത്ത് നിന്ന് ദൈവം അവനെടുത്ത് പുറത്താക്കി. മനുഷ്യനെ മണ്ണ് കൊണ്ട് മെനഞ്ഞ് സകലത്തെയും നിർമ്മിത പണിയായ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് വാക്കുകളെ ചേർത്തു വച്ച് ദൈവസഭയെയും ദൈവമക്കളെയും കുറ്റപ്പെടുത്തുന്ന ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് മുദ്രയിടുന്ന ഏദൻ പൂങ്കാവനത്തിനകത്ത് നിന്ന് തൻ്റെ ജനത്തെ പുറത്തു കളഞ്ഞു. ഹല്ലേലൂയ. പുറത്തു കളഞ്ഞു. ഈ ജനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവരെ ഇതിനകത്ത് ദൈവം ആക്കി വച്ചു. നല്ല ശ്രേഷ്ഠകരമായി. നോക്കിക്കേ, 20-ാം വാക്യവും 21-ാമത്തെ വാക്യവും പഠിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ ഭാര്യ ഔവ എന്ന് പേരിട്ടു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവായിരുന്നല്ലോ. 21 യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും സ്തോത്രം തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ നഗ്നത പുറത്തു വന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇതൊക്കെ ശാരീരികമായി നമ്മൾ നഗ്നത മറയ്ക്കുന്ന തുണി. ഇന്നിപ്പോൾ ഇതിനുവേണ്ടി സമരം ചെയ്യുകയാണ്. ഈ തുണി നിങ്ങൾ ധരിക്കത്തില്ല എന്ന് സമരം ചെയ്യാൻ ഒരു പാർട്ടി. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം മറക്കരുത്. ആമേൻ. ദൈവം നിർമ്മിതമായ തേജസ്സിന്റെ മറവിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ മനുഷ്യനെ തേജസ്സിൽ പൊതിഞ്ഞു വച്ച മനുഷ്യൻ തെറ്റ് ചെയ്ത് പാപം ചെയ്ത് തേജസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ ജനം അത്തിയില കൊണ്ട് ശരീരത്തെ നഗ്നത മറച്ച് വെയിലുദിച്ചപ്പോൾ അത്തിയില വാടിപ്പോയെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ കർത്താവായ ദൈവം ഏദൻ തോട്ടത്തിൽ യാഗവസ്തുവായി തീർന്ന തോല് കൊണ്ട് അവരെ ഉടുപ്പിച്ചു. മരത്തിന്റെ തോലല്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്നൊരു പഠിപ്പിൽ കേട്ടു, ഏദൻ തോട്ടത്തിനകത്ത് സ്തോത്രം ഇറങ്ങി നശിപ്പിച്ചത് പാമ്പല്ല, പാമ്പിന്റെ രൂപത്തിൽ വന്നൊരു മനുഷ്യനാണെന്ന്. എനിക്കറിയത്തില്ല. എന്തായാലും കർത്താവ് തൻ്റെ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ മറന്നു പോകരുത്. ആമേൻ. ഒറ്റ വചനത്തിനകത്ത് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ മറഞ്ഞു നിൽക്കുന്ന ദൈവകുഞ്ഞെ ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ. ആ കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, തൻ്റെ മനുഷ്യനെ കൃഷി ചെയ്യാനാക്കിയ മനുഷ്യനെ കർത്താവ് എടുത്ത് പുറത്തു കളഞ്ഞു. നോക്കിക്കേ, അടുത്തൊരു ഭാഗത്തിലേക്ക് വരുന്ന സദൃശ്യവാക്യങ്ങൾ 3-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങളിലേക്ക് വരാം. ആമേൻ. 3-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അടുത്തൊരാൾ 11-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യവും വായിച്ചു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ ഈ ഓട്ടക്കളത്തിലേക്ക് ഓടുന്നവർ കണ്ടിട്ടുണ്ടോ? ഓട്ടക്കളത്തിൽ പല സ്റ്റൈൽ ഓട്ടമുണ്ട്. ചിലർ വടിയും കൊണ്ട് ഓടും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മുമ്പേ പോകുന്ന ആൾ വടി ഇങ്ങനെ പിടിച്ചല്ലേ ഓടുന്നത്, വടി പിറകിൽ പിടിച്ചാണ് ഓടുന്നത്. കാരണം ആമേൻ, സ്തോത്രം, ഇങ്ങനെ ബാക്കിലോട്ട് പിടിച്ചാണ് പുള്ളി ഓടുന്നത്. കാരണം എന്നറിയാമോ? അവിടെ നിന്ന് ഒരാളിൽ നിന്ന് വടി വാങ്ങിച്ചിട്ട് ഈ വടി കൊണ്ട് ഓടുമ്പോൾ തന്നെ അതിനെ വാങ്ങാൻ പിറകെ അതേ സ്പീഡിൽ അടുത്തൊരാൾ ഓടുകയാണ്. സ്തോത്രം, ആമേൻ. ആ റണ്ണിങ് പോയിന്റിലെത്തും മുൻപേ ഈ വടി കൈമാറ്റം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ അതിൽ പിടിക്കുന്ന വ്യക്തി ഭാഗ്യവാൻ. ആമേൻ. ഒളിമ്പീസിന് ഓടി ഒരു വടിക്ക് കയറി പിടിച്ചപ്പോൾ വടി കയ്യിൽ നിന്ന് പോയി. പിടിച്ചു എന്ന് വിചാരിച്ചു, കയ്യിൽ നിന്ന് പോയി, പുറത്താക്കപ്പെട്ടു ഓൺ ദ സ്പോട്ടിൽ. ഇന്ന് രാത്രി പിടിച്ചോളണം. ജീവന്റെ ഫലത്തിൽ കയറി ആമേൻ ആ വൃക്ഷത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ കരസ്ഥമാക്കുന്നവർ മാത്രമാണ് ഭാഗ്യവാന്മാർ. എവിടെ പോകണം? നിത്യതയിൽ പോട്ടെ. ആ നിത്യത എന്ന ജീവന്റെ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ കയറി പിടിക്കണം.
എന്നാൽ പഴയ നിയമം ഒന്നുകൂടെ വ്യക്തമായിട്ട് ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആമേൻ. ഒരു മനുഷ്യൻ ഒരുത്തനെ എതിർച്ചയിൽ അടിച്ചു കൊന്നു കളഞ്ഞാൽ അവൻ ഓടിപ്പോയി യാഗപീഠത്തിലെ കൊമ്പുകൾ എന്ത് ചെയ്യാം? പിടിക്കാം. അത് പഴയ നിയമത്തില് യാഗപീഠത്തിലെ കൊമ്പുകൾ എന്ത് ചെയ്യാം? പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല? കൊല്ലാൻ കഴിയത്തില്ല. ആമേൻ. എന്നാൽ ഇവിടെ വായിക്കുന്ന അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം. ആമേൻ. അതിനെ കരസ്ഥമാക്കുന്നവർ എന്താണ്? ഭാഗ്യവാൻ. അതിനെന്ത് ചെയ്യണം? കരസ്ഥമാക്കണം. പിടിച്ചൊരു കാര്യമില്ല, അതിനെ കരസ്ഥമാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ ആമേൻ നമ്മൾ കർത്താവ് രക്ഷകനായി സ്വീകരിച്ചു. പക്ഷേ അഭിഷേകം പ്രാപിച്ചു. ആമേൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, യാഗങ്ങൾ അർപ്പിക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ കിട്ടിയതിനെ മുറുകെ പിടിക്കാൻ ലഭിച്ചു എന്ന് വച്ചല്ല, അതിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ എത്ര പേരുന്ന് രാത്രി താല്പര്യമുണ്ട്? ആമേൻ. സ്തോത്രം. നോയിക്കേ, സദൃശ്യാധ്യായത്തിൽ ആമേൻ തൻ്റെ ദാസനായിരിക്കുന്ന ശലോമോൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ദൂതാണ്. നോയിക്കേ, അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിൻ്റെ പാതകളെല്ലാം സമാധാനം ആമേൻ ആകുന്നു. ഇമ്പമുള്ള വഴികളാണ്, പക്ഷെ എന്താണ് ആ പാതകളൊക്കെ? എന്താണ്? സമാധാനമുള്ള പാതകളാകണം. ആമേൻ. ആ സമാധാനമുള്ള പാതയിൽ പോയെങ്കിൽ മാത്രമേ 16-ാം വാക്യം പറയുന്നു, അതിൻ്റെ ആമേൻ സ്തോത്രം വലം കൈയിൽ പ്രൈസ് ദി ലോർഡ് ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദീർഘായുസ് മാത്രമല്ല, ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. എന്തുണ്ട്? ധനമുണ്ട് കർത്താവിൽ, പിന്നെ എന്തുണ്ട്? മാനമുണ്ട്. ഈ ഭൂമിയിൽ നിന്നെ ആരെങ്കിലും അപമാനിച്ചെങ്കിൽ ഭാരപ്പെടണ്ട. നിനക്ക് ധനം മാത്രമല്ല മാന്യതയും തന്ന് അതേ ദേശത്ത് അതേ സ്ഥലത്ത് വച്ച് ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ശുഡബനരഗതനാഗര. വായിച്ച 11-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 11-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യത്തിലെ അധ്യായം 11-ാം അധ്യായം 30-ാമത്തെ വാക്യം. അധ്യായം 11 അതിന്റെ 30-ലേക്ക് വരാം. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം, ജ്ഞാനിയായവർ ഹൃദയങ്ങളെ നേടുന്നു. നോയിക്കേ, 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് പറയുക, ജ്ഞാനിയായവൻ ഹൃദയങ്ങൾ എന്ത് ചെയ്യുന്നു? നേടുന്നു. എന്ത് നേടണം? ഹൃദയങ്ങളെ നേടണം. ഹൃദയത്തെ നേടണം. ഹൃദയം കൈവിട്ടു പോകരുത്. ചിലർ പറയാറില്ലേ, കർത്താവിൻ്റെ അഭിഷേകത്തെ മനസ്സ് പതറിപ്പോകരുത്, കൈവിട്ട് കളയരുത് മനസ്സിനെ. മനസ്സ് കയ്യിൽ നിന്ന് പോയാൽ എല്ലാം പോയെന്ന് ചിലർ പറയാറില്ലേ? ഇത് വചനത്തിൽ കൂടെ പറയുന്നതാ കേട്ടോ. എന്ത് ചെയ്യരുത്? എന്നാൽ നോയിക്കേ, അടുത്ത 31-ാമത്തെ വാക്യം കൂടെ നിങ്ങൾ ഒന്ന് ലൈനിട്ടോ. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പ്രാപിക്കും എത്രയധികം. ഹല്ലേലൂയ. അവൻ ഇവിടെ പ്രാപിച്ചേ പോകൂ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നീതിമാന് ഭൂമിയിൽ ഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടന് എത്രമാത്രം അവൻ നിന്നോട് കാണിക്കുന്നതിനെല്ലാം അവൻ പ്രാപിക്കും. ഹല്ലേലൂയ. എത്രയധികം പ്രാപിക്കും? അവൻ പ്രാപിക്കും. ഹല്ലേലൂയ. അതല്ലേ പുസ്തകം പറയുന്നത്, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്നു, നിത്യതയുടെ തുറമുഖത്തെത്തിക്കാൻ കഴിയാതെ അവൻ നിന്നെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ ജീവവൃക്ഷത്തിന്റെ ഫലത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ അവൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ കർത്താവ് വ്യക്തമായി ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലും 13-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലും വിലാപങ്ങൾ 4:2 ആമേൻ സ്തോത്രം 1 തെസ്സലോനിക്കർ ലേഖനം അതിന്റെ 4-ന്റെ 5-ാമത്തെ വാക്യത്തിലേക്കും നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ വിളിച്ചു പറയുന്നു. 1 പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു 3-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴും 5-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രിയിൽ സമയം നമ്മുടെ മുമ്പിൽ വളരെ വിലപ്പെട്ടതാ. സ്തോത്രം. ഞാൻ സമയത്തെ മാനിക്കുന്നു. ഒരു അധ്യായം കൂടെ വായിച്ചാട്ടെ. 13-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. 13-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ആശാവിളംബരം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു,
ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വിളംബരം ചെയ്യട്ടെ കേട്ടോ. നിങ്ങളെപ്പറ്റി വിളംബരം ചെയ്യണം. വേണ്ടേ? വേണം. നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ നിങ്ങളെപ്പറ്റി 100 കാര്യങ്ങൾ അയൽവക്കത്ത് പോയി പറയാൻ സാത്താൻ ചിലരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. എന്നാൽ കർത്താവ് എന്താ പറയുന്നറിയാമോ? ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ജീവവൃക്ഷം തന്നെ, ജീവവൃക്ഷം. ഇച്ഛാനിവൃത്തിയെ ജീവവൃക്ഷം തന്നെ. ആ ജീവവൃക്ഷത്തിന്റെ അകത്ത് നിന്നെ ദൈവം നിർത്തിയിരിക്കുക. ആ വൃക്ഷത്തിന് പിടിവിട്ട് കളയരുത്. നിത്യതയുടെ തുറമുഖത്ത് പോകാൻ ജീവന്റെ വൃക്ഷത്തിന്റെ ആ പിടി വിട്ട് കളയരുത്. കർത്താവിനെ മുറുകെ പിടിച്ചോ. 15-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യവും 27-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും ചേർത്ത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, ദൈവത്തിന്റെ കൂട്ടുവിശ്വാസികളെ, ദൂതന്മാരെ പിരിച്ചു കളയാൻ ശത്രു കിടഞ്ഞു പരിശ്രമിക്കുമ്പോൾ ദൈവവൈതലെ ഇന്ന് രാത്രി കാതലായ ദൂത് മാത്രമേ പറയുന്നുള്ളൂ. അധ്യായം നിങ്ങൾ ഫുള്ള് വായിച്ചു നോക്ക്. ദൈവത്തിന്റെ ദാസൻ 15-ാം അധ്യായം 4, 27-ാം അധ്യായത്തിന്റെ 18 നിങ്ങൾ ചേർത്ത് പഠിച്ചു നോക്ക്. ആ അധ്യായം നിങ്ങൾ ഫുള്ള് വായിച്ചു നോക്ക്. തെറ്റിക്കാൻ ശത്രു പലവട്ടം നിത്യതയിൽ നിന്ന് തുറമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ, ആമേൻ, സ്തോത്രം, നിനക്കൊരു അവകാശവും തരത്തില്ല എന്ന് പറഞ്ഞ് തുടച്ചു മാറ്റിക്കളയാൻ ശത്രു പരിശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് മടങ്ങി വരാം. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, കാണുന്നതല്ല, ആമേൻ, കാണാത്തതത്രേ നിത്യം. പ്രൈസ് ദി ലോർഡ്. കാണുന്നതൊക്കെ താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. ഈ കാണാത്തത്, ആമേൻ, സ്തോത്രം, ഇന്ന് രാത്രി നിങ്ങൾ കണ്ടാരാധിക്കണം. വായിച്ചേ അതിൻ്റെ, ആമേൻ, 2 കൊരിന്ത്യർ ലേഖനം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, 4-ാമത്തെ അധ്യായം അതിൻ്റെ 16, ആമേൻ, 17, 18 വാക്യങ്ങൾ വായിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വായിച്ചാട്ടെ, ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവർ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം.